ഇന്ന് എൻ്റെ കൂടെയുള്ളത് സ്റ്റിക്സൺ അച്ഛനാണ്. ഞാനൊരു വീഡിയോയിൽ അച്ഛൻ്റെ കോട്ടിങ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ മനോഹരമായി ഓടക്കുഴൽ വായിക്കുമ്പോൾ നമ്മളൊക്കെ പറയും ഓടക്കുഴൽ നാദമെന്ന് പറയുമ്പോൾ എത്ര ഹൃദ്യമായിട്ടാണല്ലേ നമുക്ക് തോന്നുക ആസ്വാദകർക്ക്. നമ്മളൊക്കെ ഈ സ്റ്റേജ് പെർഫോമൻസിനൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ, ഓടക്കുഴൽ വായിക്കുന്നവരും ഗിറ്റാർ വയലിൻ ഇൻസ്ട്രുമെൻസൊക്കെ വായിക്കുന്നവരുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ എന്ത്, അവന് പകരം ഞാനായിരുന്നെങ്കിൽ ഇത് രണ്ടും കൂടെയൊക്കെ ഒരുമിച്ച് വായിച്ചാനെ. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചിന്തിക്കുന്നവരുണ്ടാകും, തമാശയായിട്ട് പറയുന്നവരുണ്ടാകാം. പക്ഷേ ഒരു 3 വർഷത്തോളം എടുത്തിട്ടാണ് അച്ഛൻ ഇതൊക്കെ പിടിച്ചിരിക്കുന്നത്. നീണ്ട മണിക്കൂറുകൾ പരിശ്രമിച്ച് വർഷങ്ങളെടുത്ത് അച്ഛൻ ഇതുപോലെയൊക്കെ വായിക്കുമ്പോൾ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ്സ് വായിക്കുന്ന കലാകാരന്മാർ അല്ല മറ്റു മേഖലകളൊക്കെ ശോഭിക്കുന്നവർ അവരൊക്കെ വെറുതെ ആഗ്രഹങ്ങളുള്ളവർ മാത്രമായിരുന്നില്ല. നമ്മൾ സന്തോഷ് കുളങ്ങരയൊക്കെ പറയുമല്ലോ, ഒരു പാഷൻ ഉണ്ടാകണം എന്നൊക്കെ പറയും. നമുക്ക് വെറുതെ പാഷൻ മാത്രം ഉണ്ടാവുള്ളൂ. ഈ ആഗ്രഹം എന്ന് പറയുന്ന കാര്യം ഉണ്ടായത് കൊണ്ട് മാത്രമില്ല, നിരന്തരമായ പരിശ്രമം, കുറേ കൂടിയൊക്കെ അതിനെ ഭംഗിയാക്കി പറഞ്ഞാൽ കഠിനമായ പ്രയത്നം നമ്മുടെയൊക്കെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകും. നമ്മളൊക്കെ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റു മേഖലകളിലൊക്കെ ഇന്ന് ശോഭിക്കുന്നവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് കാലഘട്ടം കഠിനമായി പരിശ്രമിച്ചവർ അവരുടെ ലക്ഷ്യത്തിന് വേണ്ടി. ഒരു സുപ്രഭാതം കൊണ്ടൊക്കെ സ്റ്റാറായവരോ ഷൈനിങ് സ്റ്റാറായവരോ അല്ല. ആ ലക്ഷ്യത്തിന് പുറകിൽ മണിക്കൂറുകളെടുത്ത്, ദിവസങ്ങളെടുത്ത്, മാസങ്ങളെടുത്ത് കഠിനാധ്വാനം ചെയ്തവരാ. നമുക്ക് എത്താൻ പറ്റാത്ത മേഖലകളൊന്നുമില്ല. നിങ്ങളൊരു സ്വപ്നം കാണുന്ന വ്യക്തിയാണോ, ഒരു ലക്ഷ്യമുള്ള വ്യക്തിയാണോ, ആഗ്രഹത്തിൻ്റെ കൂടെ നിങ്ങളുടെ നിരന്തരമായ പരിശ്രമം, കഠിനമായ പരിശ്രമം നിങ്ങളെ ഇതുപോലുള്ള മേഖലകളിലൊക്കെ ശോഭിക്കാൻ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കും. പരിശ്രമങ്ങൾ അതെന്നും ഒരു വ്യക്തിയെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. പഴമൊഴി കേട്ടിട്ടുണ്ടല്ലേ, നിത്യഭ്യാസി ആനയെടുക്കും. നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പാഷനുകളെയും ദൈവം സമൃദ്ധമായി പരിശ്രമം കൊണ്ട്, കഠിന പ്രയത്നം കൊണ്ട് അനുഗ്രഹിക്കട്ടെ.